തിരുവനന്തപുരം ജില്ലയിൽ കർഷക പ്രാധാന്യമുള്ള ഭൂപ്രദേശമാണ് നേമം ബ്ലോക്ക് പഞ്ചായത്ത്. ജില്ലയിലെ ഏക ശുദ്ധജല തടാകമായ വെള്ളായണിക്കായൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു കർഷക ഗ്രാമമാണ് നേമം ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെട്ട കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത്. കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിലെ ആശുപത്രി വാർഡിൽ കാർഷിക മേഖലയിലെ ജലസേചനത്തിനായി ഉപയോഗിക്കുന്ന തോടാണ് നെടുഞ്ഞൽ പമ്പ് ഹൗസ് തോട്. 7 ഗ്രാമപഞ്ചായത്തുകളാൽ ചുറ്റപ്പെട്ടതാണ് ബ്ലോക്ക് പഞ്ചായത്ത്. കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് കാർഷിക മേഖലയിൽ ഏറ്റവും പ്രാധാന്യമുള്ള പഞ്ചായത്ത്. അതുകൊണ്ട് തന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ കാർഷിക മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കുറേ തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുക, അതിനപ്പുറത്തേക്ക് കാർഷിക മേഖലയ്ക്ക് എങ്ങനെ ഉപകാരപ്രദമാക്കി തൊഴിലുറപ്പ് പദ്ധതിയെ മാറ്റാം എന്നതിന് ഒരു വലിയ ഉദാഹരണമാണ് കല്ലൂർ ഗ്രാമപഞ്ചായത്ത്. നെടുഞ്ഞൽ തോടിന്റെ വശങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു തരണമെന്ന് പാടശേഖരത്തിലെ കർഷക ഗ്രാമസഭയിൽ ആവശ്യപ്പെട്ടു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ പ്രവൃത്തി ചെയ്യുന്നതിന് ഭരണസമിതി തീരുമാനിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നേമം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 7 ഗ്രാമപഞ്ചായത്തുകളിലും വിസ്മയകരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രാമപഞ്ചായത്താണ് കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത്. ഏറ്റവും കൂടുതൽ പാടശേഖരങ്ങളുള്ള ഒരു പഞ്ചായത്താണ് കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത്. കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്ന ഈ പഞ്ചായത്തിൽ 25 ഏക്കറോളം സ്ഥലങ്ങളിലുള്ള കർഷകർക്ക് പ്രയോജനകരമാകുന്ന ഒരു പ്രവൃത്തിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നടത്തിയിട്ടുള്ളത്. അവിടെയുള്ള കൃഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള ജലം സുഗമമായി ലഭ്യമാക്കുന്നതിലേക്ക് വേണ്ടി 40 മീറ്റർ തോടിൻ്റെ ഇരുവശങ്ങളിലും DR വർക്ക് ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. 5 പേരടങ്ങുന്ന നെടുഞ്ഞൽ പാടശേഖര സമിതിയാണ് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. ഈ പാടശേഖര സമിതിയുടെ പ്രവർത്തനം നാടിന് മാതൃകയാണ്. തോടിന്റെ ഇരുവശത്തെയും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക എന്നത് ഒരു വെല്ലുവിളിയായിരുന്നു. കർഷകരുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുകയും സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയും ചെയ്തു. ഉൾപ്പെടുത്തി കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നീർച്ചാലുകളും റോഡുകളും കുളങ്ങളും ഒക്കെ തന്നെ പുനരുദ്ധരിച്ച് ശരിക്കും ജനങ്ങൾക്ക് പ്രയോജനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജലം വളരെ അമൂല്യമായിട്ട് നമുക്ക് സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ തോടുകൾ ഈ രീതിയിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നവീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തോടുകളെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ വരും തലമുറയ്ക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഇതിനെ കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കും. തോടിന്റെ അതിരുകൾ നിർണ്ണയിച്ചുകൊണ്ട് 40 മീറ്റർ നീളത്തിൽ ഇരുവശത്തായി പുതിയ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു. എസ്റ്റിമേറ്റ് പ്രകാരം 4,44,857 രൂപയുള്ള ഈ പ്രവൃത്തിയിൽ 38 അവിദഗ്ധ തൊഴിൽ ദിനങ്ങളും 156 അർദ്ധവിദഗ്ധ തൊഴിൽ ദിനങ്ങളും ഉണ്ടായിരുന്നു. തൊഴിലാളികളാണ് ഇത്രയും നല്ല രീതിയിൽ വൃത്തിയാക്കിയിരിക്കുന്നത്. ആദ്യം ഇവിടെ പണിക്കിറങ്ങാൻ വേണ്ടി ആർക്കും സമ്മതമല്ലായിരുന്നു. 10-12 പേരാണ് വന്നത് ജോലിക്ക്. ചെളിയും എല്ലാമൊക്കെ ആയി കിടന്നപ്പോൾ ആർക്കും വലുതായിട്ട് ഇറങ്ങാൻ ഇഷ്ടമില്ലായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നിന്ന് ഇതേ രീതിയിൽ നല്ല രീതിയിൽ പണി ചെയ്തപ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ എല്ലാവർക്കും സന്തോഷത്തോടും. നിലവിലെ തോടിന്റെ പണികൾ പൂർത്തിയാകുമ്പോൾ 25 ഏക്കർ കർഷക ഭൂമിയിൽ കൃഷി ചെയ്യുന്നതിന് ഈ തോടിന്റെ ജലം ഉപയോഗിക്കുവാൻ സാധിക്കുന്നു. ഞാൻ ഇവിടുത്തെ ഒരു പുരാതനമായി കൃഷി ചെയ്യുന്ന കുടുംബത്തിലെ ഒരംഗമാണ്. എനിക്കിപ്പോൾ ഒരു 24 സെൻറ്റ് സ്ഥലം സ്വന്തമായിട്ടുണ്ട്. ഇതിൽ അല്ലാതെ ഒരു 60 സെൻറ്റ് പാട്ടത്തിനുണ്ട്. ഈ തോട് ഒരുപാട് താന്നാണ് കിടന്നത്. ഇപ്പോൾ ഈ കെട്ടായിട്ട് വന്നതോടുകൂടി കുറച്ചുകൂടെ നവരെയും വെള്ളം കുറച്ചുകൂടെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. ഈ കെട്ട് വലിയ മനുഷ്യർക്ക് നല്ല വലിയ ഒരു നേട്ടമുള്ളതാണ്. കൃഷിക്കാർക്ക് വലിയ അനുഗ്രഹമാണത്. അപ്പോൾ നടന്നു പോകാനും